ഇന്ന് എയർ ഫ്രയറിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ കൊത്തുകളായി അരിഞ്ഞത്, വറ്റൽമുളക്, സബോള, ചെറുനാരകത്തിൻ്റെ ഇല, കുറച്ച് കപ്പലണ്ടി, ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. എയർ ഫ്രയർ ഓൺ ചെയ്ത് ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി അതിൽ തേങ്ങ കൊത്തൊഴിച്ച് ബാക്കിയെല്ലാതും നമുക്ക് മാറ്റേണ്ടി വരും. കാരണം അതെല്ലാം പെട്ടെന്ന് വാടി വരും. പക്ഷേ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എയർ ഫ്രയർ ഓൺ ചെയ്ത് ഈ തേങ്ങാക്കൊത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ചേരുവകളും കുറച്ച് വാളൻ പുളിയും ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്താൽ അടിപൊളി ചമ്മന്തി, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി റെഡിയായിട്ടുണ്ട്.